സാറ് പൊതുവെ വളരെ സന്തോഷവാനായി ഇപ്പോൾ കാണുന്നു. പൊതുവെ സാറ് ഗൗരവക്കാരനാണോ? ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. പക്ഷേ ഈ സൊസൈറ്റിയിലേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ഭരിക്കാൻ അല്ലേ ഇൻവോൾവ് ആയപ്പോൾ പല എൻ്റെ നല്ല സുഹൃത്തുക്കളും പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ ഷോർട്ട് ടെമ്പേർഡ്, അതായത് അയാൾ പറഞ്ഞ് ഭയങ്കര ചൂടാണെന്ന് പറയായിരുന്നു. ഇപ്പം വളരെ വെൽ, ബിക്കോസ് ഇവിടെ തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കൂടെ വളരും തോറും, സൊസൈറ്റി വളർന്നു വരും തോറും നമ്മുടെ സ്വഭാവ രീതി മാറുന്നുള്ളൂ. സ്വഭാവ രീതി നമ്മുടെ എന്നാലും വളരാൻ പറ്റുള്ളൂ, ഇല്ലേ അവിടെ സ്റ്റോപ്പാവും. അതും ഒരുപാട് പല ക്ലബിലാണെങ്കിൽ, ഇവിടെയാണ് ക്ലബിലും സംഘടനകളിലും അസോസിയേഷനിലും വലിയ വലിയ നാഷണൽ അസോസിയേഷനിലേക്ക് ലയൺസ് ക്ലബ്, അവിടെയൊക്കെ വളരെ ആക്റ്റീവാണ്. ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു മലയാളി സംഘടനയാണ്. ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു 1500 മെമ്പേഴ്സുണ്ട്. ഈ വർഷം ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. അത് ഞാൻ 2 വർഷം കമ്മിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയി, പിന്നെ സെക്രട്ടറി, അത് കഴിഞ്ഞ് ട്രഷററായി, പിന്നീട് വൈസ് പ്രസിഡൻറ്റ്, പിന്നെ പ്രസിഡൻറ്റ്. ഈ ഒരു സ്റ്റെപ്പായിട്ട് വരണമെങ്കിൽ എൻ്റെ ആ പഴയ ചൂടൻ എന്നുള്ള രീതി മാറ്റി, ഷോർട്ട് ടെമ്പർ മാറ്റി, വളരെ ഞാൻ തന്നെ അതിന് വ്യത്യാസം വരുത്തിയാൽ മാത്രമേ സ്റ്റെപ്പ് വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ വരെത്താൻ പറ്റില്ല. ഭരണത്തിലിരിക്കുമ്പോൾ, അധികാരത്തിലിരിക്കുമ്പോൾ ഇപ്പോഴും അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ മാറും. എന്നാലും ചിലപ്പോൾ അറിയാണ്ട് അത് വരും. കാരണം ചില ആൾക്കാരുടെ ഒരുപാട് പർപ്പസ് ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ അവിടെ നമ്മളെന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവിടെ അറിയാതെ. സാറിന്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കും, ഒരു കമാൻഡർ, എയർ കമാൻഡർ അല്ലെങ്കിൽ ഒരു ലായർ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു ഫേസ്, ഓരോരുത്തർക്കും ഒരു ഫേസ് ഉണ്ട്. ഒരു ഡോക്ടറിന്, ഒരു എഞ്ചിനീയർക്ക്. സാർ അത് സ്വയം ഒരു കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു എയർ കമാൻഡറിന്റെ ഒരു ഫേസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ പുതുതായിട്ട് കാണുമ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, സാറ് സർവീസിലായിരുന്നോ? ഞാൻ പറഞ്ഞു തിരിച്ചിട്ട് പറയല്ല, സാറിനെ കണ്ടാൽ വലിയൊരു ആർമി ഓഫീസറാണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെ ഹെയർ സ്റ്റൈല്, മറ്റേ അതുകൊണ്ടൊക്കെ. പക്ഷേ ഒരു അഡ്വർടൈസ്മെന്റിന് സീറ്റിൽ ഇരുന്നു കൊണ്ട് പോലും സാർ അതിനെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ സീക്രട്ട്. എന്താണ് അതിലേക്കാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ റീസൺ ഇതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട്, ഇത് നമ്മളുടെ സ്വന്തം പൈസ മുടക്കി, നമ്മളെ ആരും കളിപ്പിക്കാതെ സത്യസന്ധമായി പണയിടപാട് നടത്തി സക്സസ് ആക്കി എടുക്കേണ്ട എൻ്റെ സ്വന്തം പ്രസ്ഥാനമാണ് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും അവന് വിജയിക്കാം. അല്ലാതെ അതുപോലെ വരുന്ന ഒരു സക്സസ്സായി ബിസിനസ്സിൽ വിജയിച്ച് 10 പൈസ വരാൻ തുടങ്ങി കഴിയുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഗാംബ്ലിങ്ങിന് പോവുക, പല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെ രീതി ഒരു കുടുംബം പോറ്റുവാൻ, ഒരു സൊസൈറ്റി നല്ല ലെവലിൽ ജീവിക്കുവാൻ എത്രമാത്രം പണം സ്പെൻഡ് ചെയ്യണോ. ഇപ്പം ഒരു ലക്ഷറി ലൈഫ്, ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ 3-4 കാർ മേടിച്ചിട്ടോ നല്ലൊരു വീടുണ്ടായിട്ടോ ലക്ഷറി ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അനാവശ്യമായിട്ട് മോശമായ ലൈനിലേക്ക് തിരിഞ്ഞ് പണം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സമ്പാദിക്കുന്ന പൈസയൊക്കെ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അതിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് പിടിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പണം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും കൂടെ ദൈവം വിധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിധിച്ചുള്ള കാര്യമാണ് പണം. അല്ല ഒരു കുര്യാഘോഷം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമല്ല. പക്ഷേ അത് ദൈവം എല്ലാവർക്കും ചാൻസ് കൊടുക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ചാൻസ് വരുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം, മിസ്യൂസ് ചെയ്യരുത്. അതാണ് സത്യം. അത് എനിബഡീസ് ലൈഫ് അങ്ങനെ. ബിലീവ് തൊഴിലാളികൾ എന്ന് പറയുന്നത്, നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ പ്രധാന ഒരു പങ്ക് അവരുടെ ഭാഗത്തുനിന്നാണ്. അവരുടെ ഒരു സഹായമാണ് ഏതൊരു സ്ഥാപനത്തിനെ വളർച്ചയ്ക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കുവാൻ സാധിക്കുന്നത്. അവരുമായിട്ടുള്ള സാറിൻ്റെ റിലേഷൻ. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്ക് ചേർന്നിരിക്കുന്ന വ്യക്തികളിൽ 24 വർഷമാണ് ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇപ്പോഴും. അതായത് ചേർന്നവർ വിട്ടുപോയിരിക്കുന്ന, എൻ്റെ കമ്പനിയിൽ നിന്ന് ജോലിക്ക് വേണ്ടി ചേർന്നിരിക്കുന്ന വിട്ടുപോയിരിക്കുന്ന ജോലിക്കാരെന്ന് പറയുന്നത് ഈ റിസപ്ഷനിൽ ഇരിക്കാൻ വരുന്ന പെൺകുട്ടികൾ മാത്രമേ പോകുള്ളൂ. ബാക്കി ഒരു ജോലിക്കാർ ഞാൻ വിട്ടുപോയിട്ടില്ല. കാരണം അവർ കോളേജ് പഠിത്തം കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ പഠിച്ചിട്ട് ഇവിടെ വരും, ജോലിക്ക് ചോദിക്കും, ഇവിടെ ഇരിക്കും. ഒന്നെങ്കിൽ അവർ ഇച്ചിരുടെ ബെറ്റർ ജോലി കിട്ടും, അല്ലെങ്കിൽ മാറും, അല്ലെങ്കിൽ കല്യാണം കഴിക്കും, ഇങ്ങനെ മാറും. അങ്ങനെ സെറ്റപ്പിൽ അവർ മാറുതല്ലാതെ കണ്ട്
വേറെ ഒരു കാറ്റഗറിയുള്ള ജോലിക്കാരും എന്നെ വിട്ട് ഇതുവരെ പോയില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അവരവരുടെ എൻ്റെ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വേണ്ട രീതിയിൽ സഹായിച്ച് എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കഷ്ടപ്പെട്ട് പ്രൊമോട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ജോലിക്കാർ ഇന്ന് നമ്മുടെ കൂടെ കാണും. അതും അവർ ഞാൻ നേരത്തെ പറഞ്ഞ മക്കൾ ഒരു പേരൻസിൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ അസറ്റ് നല്ല മക്കളാണെന്ന് പറഞ്ഞ പോലെ നല്ല ജോലിക്കാരും ഒരു കമ്പനിയുടെ അസറ്റാണ്. അതുകൊണ്ട് ഇന്ന് വരെ എൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിട്ടുപോയിട്ടില്ല. ഫ്യൂച്ചർ പ്ലാന് മോൻ്റെ പഠിത്തം ഇപ്പം സിംഗപ്പൂരിൽ ഒരു വർഷമുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ മോനൊരു ഡിഫറെൻറ്റ് ലൈനിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനുണ്ട്. അത് എൻകറേജ് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. ദൈവം സഹായിച്ച് ഫിനാൻഷ്യലായിട്ട് ഒരു പ്രോബ്ലം ദൈവം ഇതുവരെ വരുത്തിയിട്ടില്ല. അതിനുള്ള പൈസയും ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല ബാങ്കേഴ്സുണ്ട്. ബാങ്കിലാണ് ഒരു റിമാർക്കൊന്നും വരാതെ ബാങ്കേഴ്സ് ഓൾസോ വെരി ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അംബീഷൻ എന്താ നോക്കട്ടെ, എന്നെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഒരു റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കാറുണ്ടോ സാർ? നല്ല ബിസിനസ്സുകാരൻ ഒരിക്കലും റിട്ടയർമെൻ്റ് ഇല്ല. നമ്മൾ ഒരിക്കൽ ഒരു റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ബിക്കം ലേസി. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. വൺസ് യു ബിക്കം ലേസി യുവർ ലൈഫ് ഈസ് ഗോൺ. പിന്നെ ഞാൻ 60 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ കുത്തിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിണ്ടാണ്ട് ഒരു വല്ല വൈകുന്നേരം ഡ്രിങ്ക്സും കഴിച്ച് ചാപ്പാടും കഴിച്ച് ചെന്ന് കഴിഞ്ഞാണല്ലോ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അൺവാണ്ടഡ് തിങ്സ് കയറി വരും. അതായത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, എന്താ ഐഡിയൽ മാൻ മൈൻഡ് ഈസ് ഡെവിൽസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത് വളരെ താഴേക്ക് പോവുള്ളൂ. അതേസമയം നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഓക്കെ, നമ്മൾ പ്രായം ചെല്ലും തോറും ശാരീരികമായിട്ട് നമുക്ക് ഹെൽത്ത് പരമായിട്ട് കൂടുതൽ ആക്റ്റീവാകാൻ പറ്റില്ലെങ്കിലും ആ ലെവൽ അനുസരിച്ച് ആ ജോലി തന്നെ ചെയ്തുകൊണ്ട് എത്രമാത്രം മറ്റുള്ളവരെ മക്കളെയും മറ്റുള്ള ജോലിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ അത് കണ്ടിന്യൂ ചെയ്യണം, തുടരണം. എന്നാൽ നമ്മുടെ ഹെൽത്തിന് ആവശ്യമാണ്. വളരെ സന്തോഷം. താങ്ക്സ്. ഈ അഭിമുഖം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ദൈവം തരുന്ന പണം നമ്മൾ ശരിയായ മാർഗത്തിൽ ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നമുക്ക് തുടങ്ങും പരാജയം. പിന്നെ ദൈവവിശ്വാസം, അദ്ദേഹത്തിൻ്റെ നാമകരണം പോലെ ദൈവത്തിൻ്റെ പേടകം, നോഹയുടെ പേടകം, ആ പേടകത്തിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും അദ്ദേഹവും സുരക്ഷിതത്വം ഉറപ്പ് നൽകുകയാണ്. ഒരു ദൈവവിശ്വാസിക്ക് മുന്നോട്ടുള്ള യാത്ര ഒരിക്കലും തടസ്സമാവില്ല. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും വാക്കിന് വില കൊടുത്ത് മുന്നോട്ട് പോകുന്ന കുര്യാക്കോസ് സാറിന് ഒരുപാട് ഐശ്വര്യങ്ങൾ ഇനിയും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ സർവീസ് തുടങ്ങിയ സിറ്റി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ ആരംഭിച്ചത് ഏത് സിറ്റിയിലാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778.